Good morning all. നമുക്ക് ഇന്ന് കെമിസ്ട്രിയുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കാം. പുതിയ SSCRTയിലെ ലോഹങ്ങൾ എന്ന ഒരു ടോപ്പിക് ഉണ്ട്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോഹങ്ങൾ എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ അറിയാം ലോഹങ്ങളും ലോഹസങ്കരങ്ങളും അല്ലേ, ലോഹങ്ങളും അലോഹങ്ങളും നമുക്ക് എന്തുണ്ട്, ഒരു സബ്ജക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു ടോപ്പിക് എന്താണ്, ചോദ്യങ്ങൾ എന്നും ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്കത് പുതിയ SSCRTയിൽ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അതിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഞാൻ എടുത്തു തരാം. എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബയോളജിയിൽ ഒരു 5 ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തു, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കെമിസ്ട്രിയിട്ട് ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അങ്ങനെ മിക്സ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യും. എങ്കിൽ ക്ലാസ്സിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പൊ എന്താണ് ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്താണ് ലോഹങ്ങൾ, എന്താണ് അല്ലെ അയിര്, ലോഹത്തിന്റെ അയിര്. നോക്കൂ, ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ ആ ലോഹത്തിന്റെ അയിര് അല്ലെങ്കിൽ ഓർ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം എന്തായിരിക്കണം, എളുപ്പമായിരിക്കണം, അത് ലാഭകരവുമായിരിക്കണം. എങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് അതിനെ ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നു. മനസ്സിലായോ? ഒന്ന് തെറ്റിക്കോ? ഇല്ല. ഇനി കുറെ ലോഹങ്ങൾ തന്നിട്ടുണ്ട്, ഇവിടെ അയിര് തന്നിട്ടുണ്ട്, അതിന്റെ രാസസൂത്രങ്ങളും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് പഠിക്കണം കേട്ടോ. അപ്പൊ അലുമിനിയത്തിന്റെ അയിര് തന്നിട്ടുണ്ട്, ഇരുമ്പ്, കോപ്പർ, സിങ്ക്, ടിന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, അലുമിനിയത്തിന്റെ അയിര് ഏതാണ്, ബോക്സൈറ്റ് ആണ് അല്ലെ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്, ബോക്സൈറ്റ്. പഠിക്കണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ഇനി ഇരുമ്പിന്റെ അയിര് ഏതാണ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. രണ്ടും പഠിക്കണേ, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് കേട്ടോ. ഹെമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ഇനി കോപ്പർ ആണ്. കോപ്പർ ഏതാ, കോപ്പർ പൈറൈറ്റിസും കോപ്പർ ഗ്ലാൻഡും കുപ്രൈറ്റും ട്ടോ. കോപ്പറിന്റെ 3 അയിരുകളാണ് കോപ്പർ പൈറൈറ്റിസ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ് ട്ടോ. കുപ്രൈറ്റ് മറക്കരുത്. ഇനി സിങ്കിന്റെ എന്താ, സിങ്ക് ബ്ലെൻഡും കലാമിനും ട്ടോ. സിങ്ക് ബ്ലെൻഡും കലാമിനും എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കലാമിൻ ഏതിന്റെ അയിരാണ്, സിങ്ക്. ഓക്കെ, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഇനി ടിന്ന് എന്താ, ടിന്നിന്റെ അയിര് കാസിറ്റൈറ്റും കാസിട്രൈറ്റും ടിൻസ്റ്റോണും ട്ടോ. ടിന്നിന്റെ അയിര് എന്താണ്, ടിന്നിന്റെ അയിര് ടിൻസ്റ്റോൺ വന്ന് നമ്മൾ എഴുതും. പിന്നെ ഒക്കെ ഏതാ, കാസിറ്ററൈറ്റ് കേട്ടോ. കാസിറ്ററൈറ്റ് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ അലുമിനിയത്തിന്റെ അയിര് പഠിച്ചു, ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഏതാണ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പറിന്റെ അയിര് ഏതാണ്, കോപ്പർ ഗ്ലാൻഡ് കേട്ടോ. കോപ്പർ ഗ്ലാൻഡ്. ഇനി കുപ്രൈറ്റും അല്ലെ, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ടിന്ന്, കാസിറ്ററൈറ്റ്, ടിൻസ്റ്റോൺ. ഓക്കെ ആണോ? ഇനി അതേപോലെ ഈ അലുമിനിയത്തിന്റെ ഈ ബോക്സൈറ്റ് തന്നിട്ടുണ്ടല്ലോ, അയിര് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ രാസസൂത്രം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അലുമിനിയം, അതിന്റെ അയിര് ബോക്സൈറ്റ്, ഇവ ചേർന്നിട്ടുള്ള കെമിക്കൽ നെയിം എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Al2O3 2H2O, Al2O3 2H2O. ഓക്കെ, Al2O3 2H2O മറക്കരുത്. അതേപോലെ ഇരുമ്പിന്റെ ചോദിച്ചിട്ടുണ്ട്, ഹെമറ്റൈറ്റിന്റെയും ചോദിച്ചിട്ടുണ്ട്, മാഗ്നറ്റൈറ്റിന്റെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹെമറ്റൈറ്റ് എന്താ, Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4. അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. ഫസ്റ്റ് ഹെമറ്റൈറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. Fe2O3, പിന്നെ ഏതാണ് മാഗ്നറ്റൈറ്റ്, Fe3O4 കേട്ടോ. ഇനി കോപ്പർ പൈറൈറ്റിസ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതുപോലെ സിങ്ക് ബ്ലെൻഡ് നോക്കണേ, ZnS കേട്ടോ. ZnS സിങ്ക് ബ്ലെൻഡിന്റെ നോക്കണം. കലാമിന്റെ നോക്കുക കേട്ടോ, ZnCO3. ഇനി
ഇനി അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോഹത്തിൽ നിന്നും അയിരിനെ വേർതിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ അയിരിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ധാതുക്കളിൽ നിന്നും അയിരിനെ വേർതിരിച്ചെടുക്കും. അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകളില് പല ഘട്ടങ്ങളുണ്ട്. ഓരോരോ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ഒരേ രീതിയിലാണോ ധാതുക്കളിൽ നിന്നും അയിരിനെ വേർതിരിച്ചെടുക്കുന്നത്? അല്ല, പല രീതികളുണ്ട്. അതിലെങ്ങനെയാണ്? ഒന്ന്, ജലപ്രവാഹത്തിൽ കഴുകുക. ആ ജലപ്രവാഹത്തിൽ കഴുകിയിട്ട് എങ്ങനെയാണ് അയിരിനെ വേർതിരിച്ചെടുക്കുന്നത് നോക്കിക്കേ. അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഈ മാർഗം ഉപയോഗിക്കുന്നു. ജലപ്രവാഹത്തിൽ കഴുകുന്ന മാർഗം. അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഈ മാർഗം ഉപയോഗിക്കും, ജലപ്രവാഹത്തിൽ കഴുകുക. ഇനി പ്ലവന പ്രക്രിയയുണ്ട്. പ്ലവന പ്രക്രിയയിൽ എന്താ പറയുന്നത്? അയിര് സാന്ദ്രത കുറഞ്ഞതും ഗാങ് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ? ജലപ്രവാഹത്തിൽ കഴുകുന്നത് അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകുക. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ. അയിരിന് സാന്ദ്രത കൂടുതൽ ആണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. അയിരിന് സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ പ്ലവന പ്രക്രിയ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗാങ്ങിന്റെ കാര്യം. അത് ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. രണ്ടും കൂടെ ഒപ്പം പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും. അപ്പൊ അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകല്. അയിരിന് സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ പ്ലവന പ്രക്രിയ. ഓക്കെ ആണോ? ഇനി കാന്തിക വിഭജനം. ഇതൊക്കെ പഠിക്കണേ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ 4 ഓപ്ഷൻസിൽ തന്നിട്ട് ഇതിൽ ഏതാണ് വേർതിരിച്ചെടുക്കാത്ത മാർഗം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാന്തിക വിഭജനം. ഒരു കാന്തിക റോളറിലൂടെ പൊടിച്ച അയിരിനെ കടത്തി വിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരോ ഗാങ്ങോ വേർതിരിക്കപ്പെടുന്നു. ഒരു കാന്തിക റോളറിലൂടെ പൊടിച്ച അയിരിനെ കടത്തി വിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരോ ഗാങ്ങോ വേർതിരിക്കപ്പെടുന്നു. അപ്പൊ 3 രീതി പഠിച്ചോ. ജലപ്രവാഹത്തിൽ കഴുകുക, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം. ജലപ്രവാഹത്തിൽ കഴുകുക എന്ന് പറയുമ്പോൾ അയിരിന് സാന്ദ്രത കൂടുതലായിരിക്കും, അപ്പൊ ഗാങ്ങിന് സാന്ദ്രത കുറവായിരിക്കും. ഇനി പ്ലവന പ്രക്രിയ എന്താ? അയിരിന് സാന്ദ്രത കുറഞ്ഞതായിരിക്കും, അപ്പൊ ഗാങ്ങിന് സാന്ദ്രത കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ ഏതാണ്? ലീച്ചിങ് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ ലീച്ചിങ്. എല്ലാ പ്രക്രിയകളും പഠിച്ചു വെക്കണം കേട്ടോ ആദ്യം. അതിലെങ്ങനെയാണ്? പൊടിച്ച അയിര് അനുയോജ്യമായ ഒരു ലായകവുമായി ചേർക്കുന്നു. അയിര് അതിൽ ലയിക്കുകയോ രാസപ്രവർത്തനത്തിന് വിധേയമാവുകയോ ചെയ്ത് ലായനിയായിട്ട് മാറുന്നു. എന്നാൽ ഗാങ് ഇതിൽ ലയിക്കുന്നില്ല. അപ്പൊ ലീച്ചിങ് പ്രക്രിയയിലെ ഗാങ് എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. ഇതിന് പിന്നീട് അരച്ചു മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ലോഹങ്ങളിൽ നിന്നും അയിര് വേർതിരിച്ചെടുക്കുന്നതിൽ ഒരു മെത്തേഡാണ് ഇത് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കാൽസിനേഷൻ. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ പരിമിതമായ അളവിലോ അല്ലെങ്കിൽ വായുവിന്റെ അസാന്നിധ്യത്തിലോ, വായു ഇല്ലാതെ തന്നെയോ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാൽസിനേഷൻ വഴി അയിര് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ പരിമിതമായ അളവിൽ, ഒരു നിശ്ചിത ശതമാനം മതി, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇനി റോസ്റ്റിംഗ് എന്താണ്? സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ, ഇവിടെ അസാന്നിധ്യത്തിൽ കേട്ടോ. കാൽസിനേഷനിൽ എന്താണ്? വായുവിന്റെ സാന്നിധ്യം വേണ്ട. പക്ഷെ റോസ്റ്റിംഗിൽ എന്താണ്? വായുവിന്റെ സാന്നിധ്യം വേണം. അപ്പൊ ഒരു സാധനം റോസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? ചൂട് വേണം അല്ലേ? അപ്പൊ അതേപോലെ കണക്കാക്കിയാൽ മതി. റോസ്റ്റിംഗിൽ വായുവിന്റെ സാന്നിധ്യം വേണം. അപ്പൊ ദ്രവണാങ്കത്തേക്കാൾ എന്ത് തന്നെയാണ്? താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നത് തന്നെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും രണ്ടിലും എന്താണ്? ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനില തന്നെയാണ്. പക്ഷെ കാൽസിനേഷനിൽ വായുവിന്റെ അസാന്നിധ്യം, റോസ്റ്റിംഗിൽ വായുവിന്റെ സാന്നിധ്യം. ഓക്കെ ആണല്ലോ. ഇനി അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന രീതി മനസ്സിലായോ? അപ്പൊ ലോഹങ്ങളിൽ നിന്നും അയിര് വേർതിരിക്കും. ഇനി അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന രീതി തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ നമുക്കറിയാം. SSCRT ഇങ്ങനെ ഡാഷ് 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 ഇട്ട് തരും. ഓക്കെ, അതൊക്കെ എന്താണ്? ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന രീതിയിൽ വൈദ്യുത വിശ്ലേഷണം വഴി എങ്ങനെയാണ് അയിരുകളിൽ നിന്നും ലോഹം വേർതിരിക്കുന്നത്? ഏതൊക്കെ ലോഹങ്ങളാണ് വൈദ്യുത വിശ്ലേഷണം വഴി ലോഹങ്ങൾ വേർതിരിക്കുന്നത്? വൈദ്യുത വിശ്ലേഷണം വഴി അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? Na സോഡിയം അല്ലേ, K പൊട്ടാസ്യം, അലുമിനിയം. അപ്പൊ ഏതൊക്കെയാണ്? സോഡിയം, അതുപോലെ
പൊട്ടാസ്യം അല്ലേ, സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് വൈദ്യുത വിശ്ലേഷണം വഴി വേർതിരിച്ചെടുക്കുന്ന ലോഹങ്ങൾ. ഇനി കോക്ക് ഉപയോഗിച്ച് നിരോക്സീകരണം നടത്തിയിട്ട് ലോഹങ്ങൾ എങ്ങനെ വേർതിരിക്കുന്നത്? ഏത് ലോഹമാണ്? അത് Fe ആണ് അല്ലെ, ഇരുമ്പ് ആണ്. കോക്ക് ഉപയോഗിച്ച് നിരോക്സീകരണം വഴി വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? Fe ആണ്, ഇരുമ്പാണ്. ഇനി നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കിയിട്ടാണ് സിലിക്കൺ ട്ടോ. നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കിയിട്ടാണ് ഏത്? സിലിക്കൺ. പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഈ ഓപ്ഷൻ തരും. SCERT-യിലൊക്കെ ഡാഷ് 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 ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിവിടെ പഠിക്കുക. വൈദ്യുത വിശ്ലേഷണം വഴിയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം. കോക്ക് ഉപയോഗിച്ചിട്ടുള്ള നിരോക്സീകരണത്തിലാണെങ്കിൽ ഇരുമ്പ്. നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കിയിട്ടാണെങ്കിൽ സിലിക്കൺ. ചില ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ ക്രമം നൽകിയിട്ടുണ്ട്. ക്രിയാശീലം കൂടുന്നതിനനുസരിച്ച് അല്ലെ, ക്രിയാശീലം ഏറ്റവും കൂടിയത് ഫസ്റ്റ് തന്നിട്ടുണ്ട്, അതിനേക്കാൾ കുറച്ച് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ക്രിയാശീലത്തിൽ നോക്കൂ, ഇവിടെ എയിൽ തന്നിട്ടുണ്ട്. ഏതാ? അലുമിനിയം. Zn ഏതാണ്? ഇത് അലുമിനിയം. ഇനി Zn ഏതാണ്? അത് സിങ്ക് ആണ് അല്ലെ. അതേപോലെ Fe ഏതാണ്? അത് ഇരുമ്പ് ആണ്. Au ഏതാണ്? ഓറമാണ് അല്ലെ. ഓറം എന്താ? ഏതിന്റെ അയിരാണ്? ഗോൾഡിന്റെ അയിരാണ് ഏത്? ഓറം എന്ന് പറയുന്നത്. അപ്പൊ അലുമിനിയം, സിങ്ക്, ഇരുമ്പ് ക്രിയാശീലത്തിന്റെ ക്രമമാണ് തന്നിരിക്കുന്നത്. ഇതില് അവർ കുറെ SCERT-യിൽ ഇങ്ങനെ ബോക്സ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആൻസർ എന്നുള്ളത് നമ്മളിവിടെ ചെയ്യണം. ഏത് ലോഹത്തിന്റെ സംയുക്തത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത്? ഇവിടെ 4 തന്നിട്ടുണ്ട്. അലുമിനിയം തന്നിട്ടുണ്ട്, സിങ്ക് തന്നിട്ടുണ്ട്, ഇരുമ്പ് തന്നിട്ടുണ്ട്, ഓറം തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 ഏത് ലോഹത്തിന്റെ സംയുക്തത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത് ചോദിച്ചുള്ളത് ഏതാണ്? അത് അലുമിനിയത്തിന് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത്. ഇനി വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയം തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചോ? സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം പഠിച്ചോ? വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന ലോഹം സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം എന്ന്. അപ്പൊ വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന ലോഹം ഇതിൽ ഏത് തന്നെയാണ്? അതും അലുമിനിയം തന്നെയാണ്. ഇനി സിങ്കിന്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുന്ന ലോഹം ഏത്? എന്തുകൊണ്ട്? സിങ്കിന്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുന്ന ലോഹം ഏതാണ്? അതും അലുമിനിയം തന്നെയാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അലുമിനിയത്തിന്റെ താഴെയാണ് സിങ്കിന്റെ സ്ഥാനം. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അലുമിനിയത്തിന്റെ താഴെയാണ് ഏത്? സിങ്ക്. അതുകൊണ്ട് അലുമിനിയത്തിന്റെ താഴെ സിങ്ക് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അലുമിനിയത്തിന് സിങ്കിന്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. ഇനി സിങ്ക് അലുമിനിയത്തിനേക്കാൾ മേലെയാണെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പോ അടുത്ത നോക്കൂ, പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? പ്രീവിയസ് ചോദ്യങ്ങളാണ്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് ഓറം. അതായത് ഓറം ഏതാ? സ്വർണത്തിന്റെ അയിരാണ് കേട്ടോ. ഓറം ഏതാണ്? സ്വർണത്തിന്റെ അയിരാണ്. ഇനി കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിച്ച് നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? അത് ഇരുമ്പാണ് കേട്ടോ. കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിച്ച് നിർമ്മിക്കുക. ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെയാണ് എക്സാമിന് വരുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ SCERT ലെസൺ വായിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കും. അവിടെ ആൻസർ ഒന്നും അറിയില്ല. എക്സാമിന് വരുമ്പോൾ വീടെത്തുമ്പോൾ കെമിസ്ട്രിയിലും മാർക്ക് ഉണ്ടായില്ല, ബയോളജിയിലും ഉണ്ടായില്ല, ഫിസിക്സിലും ഇതിലും മാർക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ ഇവരിത് അങ്ങനെ ഈ ഒരു ബോക്സ് എടുക്കും. അപ്പൊ ഇതിലൊക്കെ എന്താണ്? അതില് SCERT-ലൊക്കെ ചോദ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അവർ അതിൽ നിന്ന് ഒരു ചോദ്യം എടുക്കും. ഇപ്പൊ ചോദിക്കും സിങ്കിന്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുന്ന ലോഹം ഏത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താ ലെസണിൽ വായിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ആൻസർ ഏതാ? അലുമിനിയം ആണ്. എന്തുകൊണ്ടാണ് കഴിയുന്നത് ചോദിച്ചാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അലുമിനിയത്തിന്റെ താഴെയാണ് സിങ്കിന്റെ സ്ഥാനം. മനസ്സിലായോ? അതേപോലെ ചോദിക്കും കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിച്ച് നിർമ്മിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിക്കുന്നത് ഇരുമ്പാണ്. ഇനി പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓറമാണ് അല്ലെ. ഗോൾഡിന്റെ അയിരാണ്. വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? തന്നിട്ടുള്ളതിൽ അലുമിനിയം ആണ്. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട് കേട്ടോ. ഇനി അടുത്ത രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ. നമ്മളപ്പോ കാൽസിനേഷൻ പഠിച്ചു, റോസ്റ്റിംഗ് പഠിച്ചു, പ്ലവന പ്രക്രിയ പഠിച്ചു, ജലപ്രവാഹത്തിൽ കഴുകൽ പഠിച്ചു അല്ലേ. അപ്പൊ ഇനി അടുത്തത് ഏതാ? ലീച്ചിങ് പഠിച്ചു അല്ലെ. ഇനി അടുത്ത ഏതാ? ഉരുക്കി വേർതിരിക്കൽ. ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് സംയുക്തത്തെ ചൂടാക്കി അപദ്രവ്യങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് ഇത്. ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് സംയുക്തത്തെ ചൂടാക്കിയിട്ട് അപദ്രവ്യങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത്. ആ ഉരുക്കി വേർതിരിക്കൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഉദാഹരണം ഒന്ന് സ്റ്റാനം, അതുപോലെ പ്ലംബം, ഇതൊക്കെയാണ് കേട്ടോ. സ്റ്റാനവും പ്ലംബൊക്കെ എന്താണ്? ലെഡിന്റെ അയിരുകളാണ് കേട്ടോ. ലെഡ് എന്ന ലോഹത്തിന്റെ അയിരുകളാണ് സ്റ്റാനവും പ്ലംബവും എന്ന്
പറയുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണം സ്റ്റാനം പ്ലംബം തന്നിട്ടുണ്ട്, ലെഡ് കേട്ടോ, ഉരുക്കി വേർതിരിക്കലില്. ഇനി സ്വേദനം, ബാഷ്പശീലമുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഇത്. ബാഷ്പശീലം കേട്ടോ, അതായത് വേപ്പർ അല്ലെ. അപ്പൊ എന്താണ്, ബാഷ്പശീലമുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് സ്വേദന രീതി. അതിൽ വരുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സിങ്ക് അല്ലെ. സെറ്റൻ ഏതാണ്? സെറ്റൻ സിങ്ക് ആണ് കേട്ടോ. സിങ്കും അതുപോലെ HG ഏതാ? മെർക്കുറി ആണ് കേട്ടോ. സിങ്കും മെർക്കുറിയും ഒക്കെ സ്വേദനം വഴിയാണ്. ഇനി ഇരുമ്പിന്റെ നിർമ്മാണം എങ്ങനെയാണ്? ഇരുമ്പിന്റെ അയിരായ ഹെമറ്റൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, കോക്ക് എന്നിവ ഫർണസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു. ചൂടുള്ള വായു കോക്കുമായി പ്രവർത്തിച്ച് CO ഉണ്ടാകുന്നു അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇനി ഇരുമ്പിനെ നിരോക്സീകരിച്ച് എന്താക്കുന്നു? ഇരുമ്പിനെ നിരോക്സീകരിച്ച് ഇരുമ്പാക്കിയിട്ട് മാറ്റുന്നു. ചുണ്ണാമ്പുകല്ല് വിഘടിച്ചുണ്ടാകുന്ന CaO മാലിന്യമായ മണലുമായി പ്രവർത്തിച്ച് സ്ലാഗ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ CaO എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ് അല്ലെ. അത് CO എന്താണ്? കാൽസ്യം ഓക്സൈഡ് അല്ലെ. CaO എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ് കേട്ടോ. കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. പിന്നെ ചുണ്ണാമ്പുകല്ലുമായി വിഘടിച്ചുണ്ടാകുന്ന കാൽസ്യം ഓക്സൈഡ് മാലിന്യമായ മണലുമായി പ്രവർത്തിച്ച് സ്ലാഗ് ഉണ്ടാകുന്ന ഇരുമ്പിനെ പിഗ് അയൺ എന്ന് പറയുന്നു. അപ്പൊ ഇരുമ്പിന്റെ നിർമ്മാണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീല്, ഇരുമ്പിനോട് കൂടി കാർബൺ ചേർന്നാൽ സ്റ്റീൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇരുമ്പിനോട് കൂടി ഏത് ചേരണം? കാർബൺ ചേർന്നാലാണ് അതിനെ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലോ. അപ്പൊ ഉരുക്കി വേർതിരിക്കലിൽ വരുന്നതാണ് ലെഡ്, ലെഡിന്റെ അയിരുകളായ സ്റ്റാനം, പ്ലംബം ഇതൊക്കെ. ഇനി സ്വേദനത്തിൽ വരുന്നതാണ് സിങ്ക്, മെർക്കുറി. ഇനി ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നമ്മൾ പറഞ്ഞു, ഇരുമ്പിന്റെ അയിരായിട്ട് 2 ഹെമറ്റൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, കോക്ക് എന്നിവ ഫർണസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു. ചൂടുള്ള വായു കോക്കുമായി പ്രവർത്തിച്ച് എന്തു ചെയ്യും? CO ഉണ്ടാകുന്നു. ഇത് ഇരുമ്പിനെ നിരോക്സീകരിച്ച് ഇരുമ്പാക്കി മാറ്റുന്നു. ചുണ്ണാമ്പുകല്ല് വിഘടിച്ചിട്ടുണ്ടാകുന്ന അപ്പൊ കോക്കിന്റെ പ്രവർത്തനം ഇവിടെ തന്നു. കോക്കുമായി പ്രവർത്തിച്ചിട്ട് CO ഉണ്ടാകുന്നു. ഇത് ഇരുമ്പിനെ നിരോക്സീകരിച്ചിട്ട് ഇരുമ്പാക്കുന്നു. പിന്നെ ചുണ്ണാമ്പുകല്ല് നോക്കിയേ, ചുണ്ണാമ്പുകല്ല് വിഘടിച്ചുണ്ടാകുന്ന CaO കാൽസ്യം ഓക്സൈഡ് മാലിന്യമായിട്ടുള്ള മണലുമായി, ചുണ്ണാമ്പുകല്ല് മണലുമായി പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്ലാഗ് ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കുന്ന ഇരുമ്പിനെ പിഗ് അയൺ എന്ന് പറയുന്നു. ഇനി സ്റ്റീൽ ഉണ്ടാക്കണമെങ്കിൽ ഇരുമ്പിനോട് കൂടി ഏത് വേണം? കാർബൺ ചേർന്നാലാണ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. 3 തരംതിരിക്കാം. ഇനി സ്റ്റീലിനെ 3 തരംതിരിക്കാം. മൈൽഡ് സ്റ്റീൽ ഉണ്ട്, മീഡിയം സ്റ്റീൽ ഉണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ കാർബൺ, ഇരുമ്പിന്റെ കൂടെ കാർബൺ ചേർന്നാലാണ് എന്ത് ചെയ്യുള്ളൂ? സ്റ്റീൽ ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതില് മൈൽഡ് സ്റ്റീൽ ഉണ്ട്, മീഡിയം സ്റ്റീൽ ഉണ്ട്, ഹൈ കാർബൺ സ്റ്റീലും ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ആ കാർബൺ സ്റ്റീലില് മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. അതില് മൈൽഡ് സ്റ്റീലിൽ കാർബണിന്റെ അളവ് എപ്പോഴും 0.05 മുതൽ 0.05 to 0.2 കേട്ടോ, മൈൽഡ് സ്റ്റീലില്. ഇനി മീഡിയം സ്റ്റീലോ 0.2 to 0.6. ഇനി ഹൈ കാർബൺ സ്റ്റീൽ എങ്ങനെയാണ്? 0.6 മുതൽ 1.5 വരെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ മൈൽഡ് സ്റ്റീലിൽ 0.2 വരെ എന്ന് കണക്കാക്കുക, ഇവിടെ 0.6 വരെ കണക്കാക്കുക, ഇവിടെ 1.5 വരെ കണക്കാക്കുക കേട്ടോ. 2, 6, 1.5. ഇനി മൈൽഡ് സ്റ്റീലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കമ്പിയാക്കുന്നതിനും തകിടാക്കുന്നതിനും എളുപ്പമാണ്. കാഠിന്യവും ബലവുമുണ്ട്. കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ് കേട്ടോ. കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ മൈൽഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നു. ഇനി മീഡിയം സ്റ്റീലോ കാഠിന്യം കൂടുതലാണ്, ഒന്നും കൂടി കാഠിന്യമായിരിക്കും അല്ലേ. അപ്പോൾ റെയിൽപാളങ്ങള്, ഹാൻഡ് റെയിലുകള്, മേൽക്കൂരകൾക്ക് ആവശ്യമായിട്ടുള്ള കഴുക്കോല് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മീഡിയം സ്റ്റീലാണ്. ഇനി ഹൈ കാർബൺ ആണല്ലേ, വളരെയധികം കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റീലാണ്. അത് ഇലാസ്റ്റികതയുള്ളതും കാഠിന്യം വളരെ കൂടിയവയുമാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, സ്പ്രിങ്, കത്തി, ഡ്രില്ല് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ കമ്പിയാക്കാൻ, തകിടാക്കാൻ, കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ മൈൽഡ് സ്റ്റീല്. പിന്നെ മീഡിയം ആണെങ്കിൽ റെയിൽപാളങ്ങളും ഹാൻഡ് റെയിലുകൾ, മേൽക്കൂരകൾ ആവശ്യമുള്ള കഴുക്കോലിനൊക്കെയാണ്. ഇനി ഹൈ കാർബൺ ആണെങ്കിൽ എന്താണ്? ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, സ്പ്രിങ്, കത്തി, ഡ്രില്ലിംഗ് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ കാർബൺ സ്റ്റീലിൽ 3 സ്റ്റീലുകൾ പഠിച്ചു. ഇനി ഏതാണ്? സങ്കര സ്റ്റീലുകളാണ് കേട്ടോ. സങ്കര സ്റ്റീലുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, മാംഗനീസ് സ്റ്റീൽ ഉണ്ട്, സിലിക്കൺ സ്റ്റീൽ ഉണ്ട്. അപ്പൊ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടക മൂലകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇരുമ്പും ക്രോമിയവും നിക്കലും കാർബണും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ മാംഗനീസ് സ്റ്റീൽ തന്നിട്ടുണ്ട്, Fe തന്നിട്ടുണ്ട്, Mn തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. അതുപോലെ സിലിക്കൺ സ്റ്റീലിലും Feയും Siയും Cയും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉപയോഗം നോക്കിക്കേ, ലോഹനാശനത്തെ പ്രതിരോധിക്കുന്നു. വീട്ടുപകരണങ്ങൾ, ബ്ലേഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇനി മാംഗനീസ് സ്റ്റീൽ ഏതാണ്? ഉയർന്ന കാഠിന്യം, ഡ്രില്ല്, സേഫ്, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്ക് എന്നിവയുടെ നിർമ്മാണത്തിനാണ് മാംഗനീസ് സ്റ്റീൽ. ഇനി സിലിക്കൺ സ്റ്റീൽ ആണെങ്കിൽ ഇലക്ട്രിക് സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നത് സിലിക്കൺ സ്റ്റീലാണ്. അപ്പൊ ഇലക്ട്രിക് സ്റ്റീൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇലക്ട്രിക് സ്റ്റീൽ എന്നറിയപ്പെടുന്നത് സിലിക്കൺ സ്റ്റീലാണ്. വൈദ്യുതി നഷ്ടം കുറയ്ക്കുന്നതിനാൽ മോട്ടോറുകൾ, ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയ വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ കോറുകളിൽ ഉപയോഗിക്കുന്നു. അപ്പൊ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത് വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ കോറിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ വൈദ്യുത ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലേ മോട്ടറും ജനറേറ്ററും ട്രാൻസ്ഫോമറുകളൊക്കെ. അപ്പോൾ സിലിക്കൺ സ്റ്റീൽ അപ്പോൾ എപ്പോഴും ഓർമ്മ വരണം, വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ കോറുകളിലാണ് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ഘടകങ്ങൾ ലോഹനാശനത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ ലോഹങ്ങളുടെ നാശനത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ നോക്കി വെച്ചോ. ഒന്ന് ലോഹത്തിന്റെ സ്വഭാവവും, വാതകങ്ങളോ ലവണങ്ങളോ ലയിച്ച ഈർപ്പം, അല്ലേ? ഈർപ്പം ഉണ്ടെങ്കിൽ എന്താണ്? ലോഹനാശനം സംഭവിക്കും, അല്ലേ? മറ്റു ലോഹങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ ലോഹനാശനത്തെ സംഭവിക്കുന്ന 3 ഘടകങ്ങളാണ്. ലോഹത്തിന്റെ സ്വഭാവം, വാതകങ്ങളോ ലവണങ്ങളോ ലയിച്ച ഈർപ്പം, മറ്റു ലോഹങ്ങളുമായിട്ടുള്ള സമ്പർക്കം. ഇനി നോക്കിക്കേ, എന്താണ് കാഥോഡിക സംരക്ഷണം, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? ആനോഡുമായി പ്രവർത്തിച്ച ക്രിയാശീലം കൂടിയ ലോഹം നശിക്കുകയും കാഥോഡായി പ്രവർത്തിച്ച ലോഹം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ടല്ലോ. ഇരുമ്പിന്റെ നാശനം തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് കാഥോഡിക സംരക്ഷണം. ഇരുമ്പിന്റെ നാശനം തടയാൻ, അവിടെ നിന്ന് പഠിച്ചോ, ഇരുമ്പിന്റെ നാശനം തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ താഴെ ക്വസ്റ്റ്യൻ ആൻസറുകൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം, നിങ്ങൾ വിലയിരുത്താൻ വേണ്ടി നമ്മളോട് ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങളാണ്, നമ്മൾ തനിയെ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? നേരത്തെ പഠിച്ചതാണ്. റോസ്റ്റിംഗ്, ഏത് തരം അയിരുകളാണ് റോസ്റ്റിങ്ങിന് വിധേയമാകുന്നത്? പഠിച്ചതാണ്. നിരോക്സികാരി നോക്കി, അലുമിനിയം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്? ഫ്ലക്സ്. കോപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിച്ച ഫ്ലക്സ് ഏതാണ്? അത് എന്തുകൊണ്ടാണ്? ലീച്ചിങ് നോക്കിക്കേ, സോഡിയം സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനെയാണ്? ഇതൊക്കെ ഒന്ന് 4-5 ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്, അല്ലേ? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. റോസ്റ്റിംഗ് നോക്കിക്കേ, ഏത് തരം അയിരുകളാണ് റോസ്റ്റിന് വിധേയമാകുന്നത്? സൾഫൈഡ് അയിരുകളാണ്. എന്ത് ചെയ്യുന്നത്? റോസ്റ്റിങ്ങിന് വിധേയമാകുന്നത്. മനസ്സിലായോ? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, Al2O3 2H2O എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ നേരത്തെ? Al2O3 2H2O, ഇതാണ് കെമിക്കൽ നെയിം. ഇനി റോസ്റ്റിംഗ് എന്താണ്? ഏത് തരം അയിരാണ് റോസ്റ്റിങ്ങിന് വിധേയമാകുന്നത്? സൾഫൈഡ് അയിരുകളാണ്. ഇനി നിരോക്സികാരി നോക്കിക്കേ, അലുമിനിയം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്? കാർബൺ ആണ്. കാർബണിന്റെ ഇതായിട്ടുള്ള ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. അലുമിനിയം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്? കാർബൺ, അതായത് ഗ്രാഫൈറ്റ്. ഇനി ഫ്ലക്സ്, കോപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണ്? കോപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ്? സിലിക്കയാണ് കേട്ടോ. കോപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണ്? ഫ്ലക്സ്. ഏതാണ്? ഫ്ലക്സ് ആണ്. കോപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണ്? സിലിക്കയാണ്. അപ്പൊ അതിന് കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാൻ അവിടെ ഈ രാസവാക്യം ശ്രദ്ധിക്കണം കേട്ടോ. രാസസൂത്രം. ഇനി അടുത്തത് ലീച്ചിങ്. സോഡിയം സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനെയാണ്? Au ആൻഡ് Ag, അല്ലേ? മെർക്കുറി, അല്ലേ? ഏതാണ്? Au ഏതാണ്? ഓറം, അല്ലേ? ലീച്ചിങ് പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സിനെ സാന്ദ്രീകരിക്കുന്ന രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ Au Ag പഠിച്ചു വെക്കണം. അപ്പൊ ഈ ബോക്സ് ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഓറും പിന്നെ ഏതാണ്? Ag, അർജന്റം ട്ടോ. ഇതാണ് അർജന്റമാണ് കേട്ടോ. പഠിച്ചു വെക്കൂ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കണം.
അയിര്, അലുമിനിയത്തിന്റെ അയിര്, അതിന്റെ ബോക്സൈറ്റ് അത് പഠിച്ചു വെക്കുക. അതിന്റെ കെമിക്കൽ നെയിം Al2O3 2H2 നോക്കിയല്ലോ അല്ലെ. റോസ്റ്റിംഗ് നോക്കണം. ഏത് തരം അയിരാണ് റോസ്റ്റിംഗിന് വിധേയമാണെന്ന് ചോദിച്ചാൽ സൾഫൈഡ് അയിരുകളാണ്. പിന്നെ നിരോക്സികാരി നോക്കി ഒന്ന് പഠിച്ചു വെക്കൂ കേട്ടോ. അലുമിനിയം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ആണ്. കാർബണിന്റെ വകഭേദങ്ങളായിട്ടുള്ള ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഫ്ലക്സ്, കോപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണെന്ന് ചോദിച്ചാൽ സിലിക്കയാണ്. ഇനി ലീച്ചിങ്, സോഡിയം സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനെയാണ് ചോദിച്ചാൽ സോഡിയം സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുന്ന ഏത് ലോഹത്തിന്റെ അയിരിനെയാണ് അർജന്റം. അർജന്റം. ഓറം, സ്വർണത്തിന്റെ അയിരും സ്വർണത്തിന്റെ അയിരാണ് ഏത്, ഗോൾഡിന്റെ അയിരാണ് ഓറം എന്ന് പറയുന്നത്. സിൽവർ ആണ് അർജന്റം. ഇനി അടുത്തത് ബന്ധം കണ്ടെത്തി ഉത്തരം എഴുതുക. സിങ്ക് സൾഫൈഡ്, സിങ്ക് സൾഫൈഡ് ഏതാണ്? റോസ്റ്റിംഗ് ആണ് അല്ലെ. സിങ്ക് സൾഫൈഡിന്റെ രീതി ഏതാണ്? റോസ്റ്റിംഗ് ആണ്. മാഗ്നറ്റൈറ്റ് ഏതാണ്? കാന്തിക വേർതിരിക്കലാണ് അല്ലെ. കാന്തിക വേർതിരിക്കലാണ്. അപ്പൊ സിങ്ക് സൾഫൈഡിന്റെ സാന്ദ്രീകരണ രീതി ഏതാണ്? റോസ്റ്റിംഗ് ആണ് കേട്ടോ. റോസ്റ്റിംഗ്. മാഗ്നറ്റൈറ്റ് ഏതാണ്? കാന്തിക വേർതിരിക്കലാണ്. കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ കാൽസ്യം ആണ് അല്ലെ, അത് കാൽസിനേഷൻ ആണ്. നമ്മൾ പഠിച്ചില്ലേ കാൽസിനേഷൻ. ഓക്കെ. ഇനി ബോക്സൈറ്റ് ഏതാണ്? അലുമിനിയം അല്ലേ. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരല്ലേ ബോക്സൈറ്റ്. ലീച്ചിങ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ സിങ്ക് സൾഫൈഡ് റോസ്റ്റിംഗ് ആണ്. മാഗ്നറ്റൈറ്റ് കാന്തിക വേർതിരിക്കലാണ്. കാൽസ്യം കാർബണേറ്റ് ഡാഷ് തന്നിട്ടുണ്ട്, അവിടെ എന്ത് എഴുതണം? കാൽസിനേഷൻ എഴുതണം. ബോക്സൈറ്റ് ഡാഷ് തന്നിട്ടുണ്ട് അലുമിനിയം. ഇനി കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോഴുണ്ടാകുന്ന രാസപ്രവർത്തനം നൽകിയിരിക്കുന്നു. അപ്പൊ CaCO3 കാൽസ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട്, ഡാഷ് തന്നിട്ടുണ്ട്, CO+CO2 തന്നിട്ട് അതിലിവിടെ താപം താപം കൊടുത്തിട്ട് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ കാൽസ്യം കാർബണേറ്റിന്റെ ഈ രാസമാറ്റം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നാണ് ചോദ്യം. ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ കാൽസ്യം കാർബണേറ്റിന്റെ രാസമാറ്റം എങ്ങനെ പ്രയോജനപ്പെടുന്നു? കാൽസ്യം കാർബണേറ്റ് അതായത് ചുണ്ണാമ്പ് കല്ലിന്റെ രാസവാക്യമാണ് ഇത്. കാൽസ്യം കാർബണേറ്റ് ആണ് ചുണ്ണാമ്പ് കല്ല് എന്ന് അറിയപ്പെടുന്നത്. ആ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാ കാൽസ്യം കാർബണേറ്റ് CaCO3 എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്. ആ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ അപ്പൊ ഇവിടെ എന്തായിരിക്കും? താപം ചൂടാക്കുന്ന സമയത്ത് കാൽസ്യം ഓക്സൈഡും CaOയും CO2 ഏതാ? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വിഘടിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന കാൽസ്യം ഓക്സൈഡ് ഇരുമ്പയിരിലെ സിലിക്കൺ ഡൈ ഓക്സൈഡ് പോലുള്ള മാലിന്യങ്ങളുമായി ചേർന്ന് ഉരുകിയ സ്ലാഗ് അഥവാ കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ എന്ത് ചെയ്യും? ഈ സ്ലാഗ് ഉരുകിയ ഇരുമ്പിൽ നിന്നും വേർതിരിച്ച് മാറ്റാൻ സാധിക്കുന്നു. അതുവഴി ഇരുമ്പ് ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇത് ഫുള്ളും ട്ടോ. കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനം നൽകിയിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? CaCO3 ആണ് കാൽസ്യം കാർബണേറ്റ്. അതിനെ എന്ത് ചെയ്യും? ചൂടാക്കും. താപം വേണം അല്ലേ. താപം കൊടുത്ത് ചൂടാക്കുന്ന സമയത്ത് അത് CaO ആയിട്ടും, CaO എന്താണ്? കാൽസ്യം ഓക്സൈഡും പിന്നെ എന്തുമാകും? കാർബൺ ഡൈ ഓക്സൈഡും CO2ഉം ആകുന്നു. ഇനി ഇവിടെ ഉണ്ടാകുന്ന CaO ഈ കാൽസ്യം ഓക്സൈഡ് എന്താകും? ഇരുമ്പയിരിലെ സിലിക്കൺ ഡൈ ഓക്സൈഡുമായി മാലിന്യങ്ങളുമായി ചേർന്ന് SiO2മായി ചേർന്ന് ഉരുകിയ സ്ലാഗ് അഥവാ കാൽസ്യം സിലിക്കേറ്റ് CaSiO3 കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ഇനി ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് CaO+SiO2 ആയിട്ട് എന്തായി മാറും? കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാക്കുന്നു. ഇനി ഈ സ്ലാഗ് എന്ന് പറയുമ്പോൾ CaSiO3 എന്തു ചെയ്യും? ഉരുകിയ ഇരുമ്പിൽ നിന്ന് വേർതിരിച്ചിട്ട് മാറ്റാൻ സാധിക്കുന്നു. അതുവഴി ഇരുമ്പ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എല്ലാം അവിടെ വിലയിരുത്താം എന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 വസ്തുത താഴെ നൽകിയിരിക്കുന്നു. നോക്കിക്കേ. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ലോഹം തന്നിട്ടുണ്ട്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 വസ്തുക്കളാണ്. അയിരിനെ ചൂടുള്ള NaOH ലായനിയുമായിട്ട് പ്രവർത്തിക്കുന്നു. ലോഹം വേർതിരിക്കുന്നതിന് നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ വസ്തുതകൾ ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? അലുമിനിയം ആണ് കേട്ടോ.
ഏതാണ് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ലോഹത്തിന്റെ രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അയിരിന് ചൂടുള്ള NaOH ലായനിയുമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞത്, ലോഹം വേർതിരിക്കുന്നതിന് നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തന്നെ ആൻസർ കിട്ടും അല്ലേ. നമുക്കറിയാം വൈദ്യുത വിശ്ലേഷണം വഴി നമ്മൾ പഠിച്ചിരിക്കുന്നത് സോഡിയവും പൊട്ടാസ്യവും അലുമിനിയവുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ലോഹം വേർതിരിക്കുന്നതിന് നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കുക. വൈദ്യുത വിശ്ലേഷണം വഴി നമ്മൾ 3 പഠിച്ചത്, സോഡിയം പൊട്ടാസ്യം അലുമിനിയം. അപ്പൊ തന്നെ കണ്ടെത്താൻ നമുക്ക് ഏതാണ് ഈ വസ്തു ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് അലുമിനിയം ആണ് എന്ന് നമുക്ക് നിസ്സംശയം എഴുതാനായിട്ട് പറ്റും അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്, നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അലുമിനിയത്തിന്റെ വ്യാവസായിക പ്രക്രിയയിൽ വൈദ്യുതി ഉപയോഗിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അലുമിനിയത്തിന് ക്രിയാശീലത കൂടിയ ലോഹമാണ്. നമ്മൾ നേരത്തെ കൊടുത്തില്ലേ, അവിടെ നേരത്തെ അലുമിനിയം അല്ലേ ഏറ്റവും ക്രിയാശീലത കൂടിയ ലോഹം എന്ന് കൊടുത്തില്ലേ. അപ്പൊ അലുമിനിയം ക്രിയാശീലത കൂടിയ ലോഹം ആയതുകൊണ്ടാണ് ആ നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ കാരണം. ഇനി ഇതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അലുമിനിയം ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ക്രയോലൈറ്റിൽ ലയിപ്പിച്ച അലുമിനിയാണ്. ക്രയോലൈറ്റിൽ ലയിപ്പിച്ച എന്താണ്, അലുമിനിയം ആണ്. ഇനി ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതായിരിക്കും? ഇതില് ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ഓക്സിജൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ 4 ക്വസ്റ്റ്യനുള്ള ആൻസർ പഠിച്ചല്ലോ. അയിരിനെ ചൂടുള്ള NaOHുമായിട്ട്, NaOH എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അയിരിനെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുമായി പ്രവർത്തിപ്പിക്കുന്നു. ലോഹം വേർതിരിക്കുന്നതിന് നിരോക്സികാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന് 2 ചോദ്യം തന്നു. അപ്പോൾ അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ നമുക്ക് തന്നു, അത് ആൻസർ എഴുതണം. ഏത് ലോഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അലുമിനിയം ആണ്. ആ അലുമിനിയം നിർമ്മാണത്തിൽ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ്. വൈദ്യുതി ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അലുമിനിയത്തിന് ക്രിയാശീലത കൂടുതലാണ് എന്ന് പറഞ്ഞു. ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ക്രയോലൈറ്റിൽ ലയിപ്പിച്ച അലുമിനിയാണ്. ക്രയോലൈറ്റിൽ ലയിപ്പിച്ച അലുമിനിയാണ്. ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇനി പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഭാഗം, ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ നിന്നും ഒന്നാമത്തെ ചോദ്യം, ഗാലിയം നിർമ്മിക്കാൻ സാധ്യത കൂടുതലുള്ള മാർഗം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഗാലിയം നിർമ്മിക്കാൻ കേട്ടോ. കാർബൺ ഉപയോഗിച്ചിട്ടുള്ള നിരോക്സീകരണമാണോ വൈദ്യുത വിശ്ലേഷണമാണോ എന്നാണ് ചോദ്യം. ആൻസർ വൈദ്യുത വിശ്ലേഷണമാണ്. ഗാലിയം നിർമ്മിക്കാൻ സാധ്യത കൂടുതലുള്ള മാർഗം വൈദ്യുത വിശ്ലേഷണം തന്നെയാണ്. ഇനി ഗാലിയം ക്ലോറൈഡിനെയാണ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്നത് എങ്കിൽ കാഥോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ഗാലിയം ക്ലോറൈഡിനെയാണ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്നത് എങ്കിൽ കാഥോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? അത് ഗാലിയം ആണ്. അതിന്റെ രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഗാലിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഗാലിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട്. 1s², 2s², 2p6, 3s², 3p6, 4s², 3d10, 41. ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലായല്ലോ അല്ലെ. ഗാലിയം നിർമ്മിക്കാൻ സാധ്യത കൂടുതലുള്ള മാർഗം ഏതാണ്? വൈദ്യുത വിശ്ലേഷണമാണ്. ഗാലിയം ക്ലോറൈഡിനെയാണ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്നതെങ്കിൽ കാഥോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഗാലിയം ആണ്. ഗാലിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട്. ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 31 ആണ് കേട്ടോ, 31 ആണ്. കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ 31 ഇവിടെ 1s² 2, 4, 6, 4, 10, 12, 18, 20, 30, 31. അപ്പോൾ നമുക്ക് 31. അപ്പോൾ അതിൽ ഓപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അറ്റോമിക് നമ്പർ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 31 ആണ് ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ. ഇനി ഇരുമ്പ് അതിന്റെ ഓക്സൈഡായി മാറുന്ന പ്രവർത്തനമാണ് തുരുമ്പിക്കൽ. ഇതൊരു ഓക്സീകരണ പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ ഇരുമ്പ്
തുരുമ്പിക്കുന്നത് അല്ലെ. ഇരുമ്പ് എന്താണ്, ഒരു ഓക്സൈഡ് ആയിട്ട് മാറുന്ന പ്രവർത്തനമാണ് ഏത് പറയുന്നത്, തുരുമ്പിക്കുക. ഇരുമ്പ് തുരുമ്പിച്ചു എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇതൊരു ഓക്സീകരണ പ്രവർത്തനമാണ്. എന്നാൽ ഓക്സീകരണം എന്നാൽ എന്താണ്? താഴെ കൊടുത്ത രാസസമവാക്യം പൂർത്തിയാക്കുക. ഇരുമ്പിന്റെ നാശനം തടയാനുള്ള 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ താഴെ കുട്ടികൾക്ക് കൊടുക്കുന്ന വർക്ക് ഷീറ്റുകളാണ്. അത് നമ്മൾ ചെയ്ത് പഠിക്കണം. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഓക്സീകരണം എന്നാൽ എന്താന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് ചേരുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം, സ്വീകരിക്കുന്നതല്ല കേട്ടോ, സ്വീകരിക്കുന്നതല്ല. ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, നിരോക്സീകരണം ആയിരിക്കും. ഇലക്ട്രോൺ സ്വീകരിച്ചാൽ നിരോക്സീകരണമാണ്. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ്, അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് ചേരുന്ന പ്രവർത്തനം. ഇനി താഴെ കൊടുത്ത രാസസമവാക്യം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4Fe ആണ്, 4 ഇരുമ്പ് പ്ലസ് 3O2. അപ്പൊ എന്താകും, 2Fe2O3 കേട്ടോ, 2Fe2O3. 4 3 2 കേട്ടോ, 4 അയൺ 3 ഓക്സിജൻ പ്ലസ് 2Fe2O3. ഇനി എന്താണ് ഇരുമ്പിന്റെ നാശനം തടയാനുള്ള 2 മാർഗങ്ങൾ? ഒന്ന് ഗാൽവനൈസേഷനും പെയിന്റിങ്ങുമാണ് കേട്ടോ. ഇരുമ്പിന്റെ നാശനം തടയാനുള്ള, അപ്പൊ ഇരുമ്പ് തുരുമ്പിക്കും അല്ലെ, ഓക്സൈഡായി മാറുന്നത്. തുരുമ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ഇരുമ്പില് പെയിന്റ് അടിച്ചു വെക്കും അല്ലെ. അപ്പൊ പെയിന്റിങ് എന്താണ്, അത് ഒരു തുരുമ്പിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. പിന്നെ രണ്ടാമത്തെ മാർഗമാണ് ഗാൽവനൈസേഷൻ ആൻഡ് പെയിന്റിങ്. ഇനി ഇരുമ്പടങ്ങിയ ലോഹസങ്കരങ്ങൾ തന്നിരിക്കുന്നു. ABCD എന്നിവ കണ്ടെത്തുക. അപ്പൊ നോക്കിക്കേ, ലോഹസങ്കരമായിട്ടുള്ള അൽനിക്കോ തന്നിട്ടുണ്ട്. അതിന്റെ ഘടക മൂലകങ്ങൾ, ഉപയോഗം, ഇവിടെ എയും ബിയും CD എന്നിവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലോഹസങ്കരമായിട്ടുള്ള അൽനിക്കോ തന്നിട്ടുണ്ട്. ആ അൽനിക്കോയിലെ ഘടക മൂലകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എയും ബിയും ഡിയും സിയും ഫില്ല് ചെയ്യണം കേട്ടോ. അൽനിക്കോയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ് എല്ലാത്തിലും കോമൺ ആയിട്ട് ഉണ്ടാകും കേട്ടോ. പിന്നെ അൽനിക്കോ എന്ന വാക്കിൽ നിന്ന് തന്നെ എടുക്കുക കേട്ടോ. അൽനിക്കോ, അലുമിനിയം, പിന്നെ നിക്കൽ, പിന്നെ കൊബാൾട്ട് കേട്ടോ. അലുമിനിയം, നിക്കൽ, ഇരുമ്പ്, കൊബാൾട്ട്, അൽനിക്കോ. മനസ്സിലായോ? ഇനി ഇവിടെ ബി തന്നിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണ്? അൽനിക്കോ ഉപയോഗിക്കുന്നത് ശക്തിയേറിയ കാന്തങ്ങളാണ് അൽനിക്കോ എന്ന് പറയുന്നത്. ശക്തിയേറിയ കാന്തങ്ങൾ. ഓക്കെ. ഇനി ഇവിടെ ഒരു ലോഹസങ്കരം തന്നിട്ടില്ല, പക്ഷെ അതിന്റെ ഘടകമൂലകങ്ങൾ തന്നിട്ടുണ്ട്. ഇരുമ്പും ക്രോമിയവും നിക്കലും കാർബണും തന്നിട്ടുണ്ട്. അപ്പൊ ഇരുമ്പിന്റെ നാശനം തടയുന്നു, പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും അപ്പൊ അത് ഏത് തന്നെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അല്ലെ. ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഫില്ല് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഇരുമ്പ്, ക്രോമിയം, നിക്കല്, കാർബൺ. ഓക്കെ. ഇനി അതെന്താ ഉപയോഗം? ഇരുമ്പിന്റെ നാശനം തടയുന്നതും പാത്രങ്ങളുടെ നിർമ്മാണത്തിനും. ഇനി ഇവിടെ സിലിക്കൺ സ്റ്റീൽ തന്നിട്ടുണ്ട്. അതില് ഏതൊക്കെയാണ് ഘടകമൂലകങ്ങള്? ഇരുമ്പും സിലിക്കണും കാർബണുമാണ്. അപ്പൊ ആ സിലിക്കൺ സ്റ്റീൽ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ട്രാൻസ്ഫോമറിന്റെ കോറുകൾ നിർമ്മിക്കാനാണ്. ട്രാൻസ്ഫോമറിന്റെ കോറുകൾ നിർമ്മിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ബോക്സ് ഫില്ലായില്ലേ? അൽനിക്കോയിലെ ഘടകമൂലകങ്ങൾ പഠിക്കുക. അതിന്റെ ഉപയോഗം ശക്തിയേറിയ കാന്തങ്ങൾ നിർമ്മിക്കാനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകമൂലകങ്ങൾ തന്നിട്ടുണ്ട്. ഇരുമ്പിന്റെ നാശനം തടയാനും പാത്രങ്ങളുടെ നിർമ്മാണത്തിനുമാണ്. സിലിക്കൺ സ്റ്റീൽ തന്നിട്ടുണ്ട്. ഇരുമ്പും സിലിക്കണും കാർബണുമാണ്. ട്രാൻസ്ഫോമറിന്റെ കോറുകൾ നിർമ്മിക്കാനാണ്. അപ്പൊ അങ്ങനെ ആ ലെസൺ അവിടെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ബോക്സുകളും എല്ലാം ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ട് ഈ ഭാഗം പഠിച്ചു വെക്കുക. അപ്പൊ ലോഹങ്ങൾ എന്ന ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആ ടോപ്പിക്ക് തന്നെ ഒരു സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് ലോഹങ്ങളും അലോഹങ്ങളും. അപ്പൊ ആ ലോഹങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് എന്ത് ചെയ്യുക, കാണാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കുക. അതേപോലെ തന്നെ ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു.